ഹലോ ചങ്ങായിമാരെ, എന്ത് കഥ? അങ്ങനെ നമ്മൾ വളവിലെ ചായപ്പിടിയെന്ന് 2 പയമ്പൂരി ഒരു ചായം കുടിച്ചിട്ട് നമ്മ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വേറൊന്നുമല്ല, ഈ ടൈം കൊണ്ട് ഞാൻ ചുരം പോലും ഇറങ്ങിയിട്ടുണ്ടായിട്ടാ. ലേറ്റ് ആണെങ്കിൽ ചുരം ഇറങ്ങാൻ ടാസ്ക് ആവുന്ന ഉപ്പ പറയുന്നത് കേട്ടിട്ടുണ്ടായി. പിന്നെ ഉപ്പാന്റെ വാക്കിന് വില വെച്ചിട്ടാന്ന് വേണ്ട. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റൈഡ് കണ്ടിന്യൂ ചെയ്ത്. പിന്നെ എന്റെ വക നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടേ? യെസ്, ഈ വീഡിയോന്റെ ലാസ്റ്റ് വരെ കണ്ടവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ വയനാട്ട് അടിപൊളി വ്യൂവും സ്പോട്ടും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് നമ്മ നേരെ വന്നത് പിന്നെ പാൽച്ചുരം. പാൽച്ചുരത്തിലേക്ക് കയറുമ്പോഴുള്ള വ്യൂ വേറെ ആണെങ്കിലും ഇറങ്ങുമ്പോൾ വേറെ തന്നെ വ്യൂ ഇട്ടാ. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഈടെ വണ്ടി സൈഡ് ആക്കിയിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള ഒരു സ്പോട്ട് ഒന്നും കിട്ടിയിട്ടാ. അങ്ങനെ ഒരു സെറ്റപ്പ് ആട് ഇല്ലെങ്കിലും നമ്മ അവിടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാ. നമുക്കത് എടുക്കാണ്ട് വരാൻ കഴിയാലോ. നിങ്ങൾക്ക് പിന്നെ ദൂരമുള്ള സ്പീഡ് ബോർഡ് കാണുന്നുണ്ടാവും 20 എഴുതിയിട്ടുള്ളത്. നമുക്കിവിടെ 20 പോകാൻ കഴിയും. അങ്ങനത്തെ ഒരു ചുരമാണ്. 5 വെന്റേ ഉള്ളൂ. 5 വെന്റിലും അടിപൊളി വ്യൂ. പിന്നെ ഈ ഒരു ചുരം വരുന്നത് കണ്ണൂർ ഇട്ടി വയനാട് റോഡിലാണ് ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് പാൽച്ചുരത്തിലുള്ള അടിപൊളി വ്യൂ. പിന്നെ ചുരം കയറിയിട്ട് വരുന്ന ആൾക്കും ഇറങ്ങിയിട്ട് പോകുന്ന ആൾക്കും ചായ പീടിയ സെറ്റപ്പ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മ ആടുന്ന ഒന്നും തിന്നാൻ നിന്നിട്ട. കാരണം നമ്മ ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റിലാണല്ലോ ഇറങ്ങിയത്. പിന്നെ ആ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എന്ത് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, എന്റെ ഫോണിലുള്ള ചാർജ് ചെയ്യാനായി. അതാണ് നോട്ടിഫിക്കേഷൻ. ഈ ചാർജ് ചെയ്യാനാകുമ്പോഴേക്ക് ഞാൻ കണ്ണൂരല്ല പാസ് ആയിട്ടാ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.